മക്കളെ, തഥാഗത എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതാ ചോദ്യം കൂടെയാണ് ഈ വാക്ക്. കാരണം നമ്മൾ പരീക്ഷയിൽ കാണാറുണ്ട് അല്ലെ, ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഓൾറെഡി ടീച്ചർ ഒരു വീഡിയോ ഈ പദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച്, ശീർഷകത്തിന്റെ ഔചിത്യത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൂടെ മക്കൾ കണ്ടു നോക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പദത്തിന്റെ അർത്ഥമാണ്. അതിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ തഥാഗത എന്ന് പറയുന്നത് ഒരു പാലി ഭാഷാ പദമാണ്. എന്താണ്? ഒരു പാലി ഭാഷാ പദമാണ്. ഗൗതമ ബുദ്ധൻ തന്നെയോ മറ്റു ബുദ്ധന്മാരെയോ പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഓക്കെ, പാലി ഭാഷാ പദമാണ്. ഓക്കെ, അപ്പൊ തഥാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥമാണ്. തഥാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥമാണ്. ഇനി തഥാ ആഗത അല്ലെ, തഥാ ആഗത എന്നും ഈ പദത്തെ ഉപയോഗിക്കാറുണ്ട്. എന്താണ് തഥാ ആഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അങ്ങനെ വന്നവൻ എന്നുള്ള അർത്ഥമാണ്. തഥാ ആഗത അങ്ങനെ വന്നവൻ എന്നുള്ള അർത്ഥമാണ്. തഥാ അഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ പോയിട്ടില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു വാക്കിനെ ഉപയോഗിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ പാഠഭാഗത്തിൽ അല്ലെ തഥാഗത എന്ന് ഈ കഥയ്ക്ക് അശ്വിത പേര് കൊടുത്തിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഓർമ്മകൾ വന്നും പോയും ഇരിക്കുന്ന അമ്മയുടെ അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ആ പേരിലൂടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അപ്പൊ മക്കൾ അത് കണ്ടു നോക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക.